പാലക്കാട് നഗരസഭ ദിവ്യാംഗർക്കായി ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ പേരിൽ നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രം കോൺഗ്രസും CPM-ഉം എതിർക്കുമ്പോൾ ഇരു പാർട്ടികളുടെയും ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് മലപ്പുറം നഗരത്തിൽ നിലനിൽക്കുന്ന വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിലുള്ള ടൗൺ ഹാൾ. മാപ്പിള കലാപകാലത്ത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിലുള്ള ടൗൺ ഹാളിനു പുറമെ ചേക്കോട് 5 കോടി രൂപയുടെ സ്മാരകം കൂടി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഒരു സമൂഹത്തെ മുഴുവനായും ദേശീയബോധത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് RSS സ്ഥാപകൻ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. ഡോക്ടർ ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഹെഡ്ഗേവാറിന്റെ പേരിൽ പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് കോൺഗ്രസും CPM-ഉം എതിർക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് മലപ്പുറം നഗരത്തിലെ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിലുള്ള ടൗൺ ഹാൾ. 1921 മാപ്പിള കലാപത്തിൽ നിരവധി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും മതം മാറ്റുകയും ചെയ്ത വാരിയംകുന്നന്റെ പേരിൽ ഇപ്പോൾ ചേക്കോട് സ്മാരകം കൂടി പണിയാൻ ഒരുങ്ങുകയാണ് ജില്ലാ പഞ്ചായത്ത്. ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരിൽ ടൗൺ ഹാൾ നിർമ്മിച്ചപ്പോൾ പോലും എതിർപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മാപ്പിള കലാപത്തിൽ വാരിയംകുന്നൻ ക്രൂരമായാണ് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയതെന്ന് ചരിത്രകാരൻ തിരൂർ ദിനേശ് പറയുന്നു. ഉടനെ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും കൂട്ടരും പള്ളിയിലെത്തിയപ്പോഴാണ് പട്ടാളം പൂക്കോട്ടൂർ വഴി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത്. ഉടനെ തന്നെ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി കൂട്ടുകാരോട് പറയാൻ നിങ്ങൾ പോയി അതിനെ എതിർക്ക്. അവർ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടയിൽ നിന്നും വെടിയുണ്ടയല്ല വരിക, അതിന് പകരം അത് വെള്ളമായിരിക്കും എന്ന് ആ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അനവധി ആളുകളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയാകട്ടെ ആ പള്ളിയിൽ വളരെ സുരക്ഷിതനായിട്ടിരുന്നു. അങ്ങനെയുള്ള ഒരു വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെയാണ് ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് മലപ്പുറത്തൊക്കെ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ ആലി മുസ്ലിയാർക്കുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള സ്മാരകങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും പ്രതിഷേധ സ്വരം ഇല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. മാപ്പിള കലാപത്തെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ തിരൂർ ദിനേശ് എഴുതിയിട്ടുണ്ട്. ഒരു ചരിത്ര പുസ്തകങ്ങളിലും വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനിയായി എഴുതപ്പെട്ടിട്ടില്ല. അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സ്മാരകങ്ങൾ ഉയർത്തുന്നത്. അതേസമയം ഈ യാതൊരു തരത്തിലുള്ള പ്രതിഷേധ സ്വരങ്ങളും ഇതിനെതിരെ മലപ്പുറത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറയുമ്പോൾ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്ന് പറയുമ്പോൾ, വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ചരിത്രം ആർക്കെങ്കിലും ചരിത്രകാരന്മാർക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ചരിത്രം പരിശോധിച്ചാൽ മലബാർ കലാപത്തിന് മാപ്പിള കലാപത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നും സുരക്ഷിതനായിരുന്നു. അദ്ദേഹം ഒരു ഭീരുവായിരുന്നു എന്നാണ് ചരിത്രത്തിൽ മാധവൻ നായരുടെ ആ വാക്കുകൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാമസിംഹൻ സംവിധാനം ചെയ്ത 1921 പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയിലും വാരിയംകുന്നന്റെ ക്രൂര ചെയ്തികളെ കൃത്യമായി ദൃശ്യവൽക്കരിച്ചിട്ടുണ്ട്. രാജ്യത്തിനു വേണ്ടി സ്വയം ജീവിതം സമർപ്പിച്ച ഡോക്ടർ ജിയെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുമ്പോൾ ഇവിടെ കൃത്യമായ ഇരട്ടത്താപ്പ് വ്യക്തമാവുകയാണ്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.